ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഹെയർ സ്ട്രൈറ്റനിങ് ക്രീമിൻ്റെ ഒരു കിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ക്രീമും ന്യൂട്രലൈസറും ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ ഫ്രണ്ട് ഭാഗം മാത്രമാണ് സ്ട്രൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്ക് സൈഡൊന്നും ഞാൻ സ്ട്രൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കിറ്റിലുള്ളത് ഒരു ഹെയർ സ്ട്രൈറ്റനിങ് ക്രീം, പിന്നെ അതുപോലെ തന്നെ 2 ന്യൂട്രലൈസറും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ ഒരു പേജുമുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു ഹെയർ സ്ട്രൈറ്റ്നറാണ്. ഇത് ഏകദേശം 1 വർഷത്തോളമായി വാങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല. സ്ട്രൈറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ല സ്ട്രൈറ്റ്നറാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഹെയർ സ്ട്രൈറ്റനിങ്ങിൻ്റെ ക്രീം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഫ്രണ്ടിലെ ഭാഗം, അതായത് ഫ്രണ്ടിലെ മുടി ഞാൻ ഒന്ന് ജസ്റ്റ് ചീകി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നേരെ അപ്ലൈ ചെയ്യാണ്. ഓരോ ലെയറായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഫ്രണ്ടിൽ മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ല സേഫായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ കയ്യിലൊന്നും കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഏകദേശം ഞാൻ അപ്ലൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മുടികളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ലല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 45 മിനിറ്റ് വെക്കണം. ഈ ഒരു ക്രീം തേച്ചതിന് ശേഷം 45 മിനിറ്റ് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരിക്കലും നമ്മളെ സ്കിന്നിൽ തട്ടാൻ പാടില്ല കേട്ടോ. ഈ ക്രീം ഒരിക്കലും നമ്മൾ തലയിൽ സ്കിന്നിൽ തട്ടാൻ പാടില്ല. ഹെയറിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് നേരെ കഴുകി കളയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകുക. ഞാൻ എൻ്റെ ഹെയർ നന്നായിട്ട് കഴുകുകയാണ്. നല്ല എന്താ പറയുക, നല്ല ഫോഴ്സ് കൊടുത്ത് കഴുകൊന്നും വേണ്ട, സാവധാനം കഴുകുക. ഈ ക്രീം മൊത്തമായിട്ട് പോണ രീതിയിൽ വേണം കഴുകാനായിട്ട്. അപ്പോൾ ഞാൻ ടവൽ ഉപയോഗിച്ചൊന്ന് തുടച്ചെടുത്ത് മുടി. അതിനുശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്യണം, ഒരു ഹെയർ സ്ട്രൈറ്റ്നർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഞാൻ ഹെയർ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാൻ നോക്കുക. ഈ ടൈമിൽ നമ്മൾ എന്ത് ചെയ്താലും അതുപോലെ ആയിരിക്കും മുടി ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കിച്ചണിക്കൊന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ പോയപ്പോൾ അമ്മ അവിടെ നല്ല എന്തോ ഒരു കുക്കിങ്ങിലാണ്. സംഭവം ചക്ക കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കിപ്പോൾ കഴിയില്ല, കാരണം ഞാനിവിടെ ക്രീമൊക്കെ കൈ പിടിച്ച് നിൽക്കണം. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തി ഇതാ സ്ട്രൈറ്റ്നർ ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. എന്നെ കണ്ടപ്പോൾ വേഗം ഓടിപ്പോയി ഗൈസ്. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തു, മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ കാൻവോൻ്റെ നമ്മളെ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു ജെല്ലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ നേരെ അത് അപ്ലൈ ചെയ്യാം, ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു ചെറിയൊരു ഹീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മാറിയതിന് ശേഷം നമ്മൾ ഈ ന്യൂട്രലൈസർ നേരെ ഹെയറിൽ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ടൊന്ന് അപ്ലൈ ചെയ്യട്ടെ. ഇനി നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റാണ് വെക്കേണ്ടത് തലയിൽ. ആദ്യം ചെയ്തത് നമ്മൾ 45 മിനിറ്റ് ആയിരുന്നു. ഇത് നേരെ 15 മിനിറ്റോളം വയ്ക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായി തേക്കാം. നമ്മുടെ തലേൻ്റെ സ്കിന്നിൽ തട്ടാതെ നോക്കാം. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും, 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇത് കഴുകി കളയാണ്. നേരം ടൈം എന്തായാലും ഇതിന് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ന്യൂട്രലൈസർ തേച്ച് നമ്മൾ കഴുകി കളഞ്ഞു. ഇനി വീണ്ടും എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഹെയർ സ്ട്രൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതെൻ്റെ സിസ്റ്ററാണ് നമ്രത. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ചെയ്യുമ്പോൾ, ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ ഏകദേശം 2000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഈ ഫ്രണ്ടിൽ മാത്രം സ്ട്രൈറ്റ് ചെയ്യാൻ തന്നെ അത്ര വരുന്നുണ്ട്.
അപ്പം നമ്മുടെ കയ്യിലൊരു സ്ട്രൈറ്റ്നറും പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു സ്ട്രൈറ്റ്നിങ് കിറ്റും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ ചെയ്യുന്നുള്ളവർ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.